40 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായിട്ട് പഠിക്കരുത്. ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതാവാൻ ഉറപ്പായിട്ട് കഴിയും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലേ. എന്നും ഇങ്ങനെ കുഞ്ഞുങ്ങളായിരുന്നാൽ മതിയോ? വളർന്ന് വലുതാവണ്ടേ? സ്വന്തമായിട്ടൊരു വീട് വെക്കണ്ടേ? ചെറിയ വീട് വേണോ വലിയ വീട് വേണോ? സ്വന്തമായിട്ടൊരു കാറ് വാങ്ങണ്ടേ? ചെറിയ കാറ് വാങ്ങണോ ഒരു വലിയ ആഡംബര കാറ് വാങ്ങണോ? വലുതാവണം, വലിയ ശമ്പളം വേണം, വലിയ വീട് വയ്ക്കണം, വലിയ കാറ് വാങ്ങണം. ഇങ്ങനത്തെ മോഹങ്ങൾ നിങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്, അതിനെ കുറ്റമായിട്ട് കാണരുത്. പക്ഷെ ആ മോഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കണ്ടേ? ഈ മോഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് നല്ല വിജ്ഞാനം നേടിയാൽ നിങ്ങൾക്ക് ഏത് ജോലിക്കുള്ള പരീക്ഷകളെയും അനായാസേന നേരിടാൻ പറ്റും. നല്ല ഉയർന്ന ശമ്പളമുള്ള ഉയർന്ന ജോലികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കാം, വീടും കാറും തുടങ്ങിയ ആഡംബര ജീവിതം നയിക്കാം. അതിനുവേണ്ടി എങ്ങനെ പഠിക്കണം? അതിനുള്ള ചില ടിപ്പുകളാണ് എന്ന് ഞാൻ പറയുന്നത്. പഠിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം. ആക്ച്വലി പഠിക്കുന്നത് നിങ്ങൾ മറക്കുന്നില്ല, പക്ഷേ മെമ്മറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതിന് കുറച്ച് സമയമെടുത്തേക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ചിലപ്പോൾ പരീക്ഷകളിൽ ചോദ്യം വായിക്കുമ്പോൾ ഉത്തരം ഓർമ്മ വരുന്നില്ല, ഹാളിന് വെളിയിറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഉത്തരം ഓർമ്മ വരുന്നു, അയ്യോ എന്ന സങ്കടമാവുന്നു, കരയുന്നു, പൊട്ടിക്കരയുന്നു. അത്തരം പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഞാൻ പറയുന്ന രീതിയിൽ പഠിക്കൂ. 1, മെൻ്റൽ ഫയലിംഗ് സിസ്റ്റം നിങ്ങൾ ചെയ്യണം. അതായത് പഠിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പേര് 8 പ്രാവശ്യം പറഞ്ഞിട്ട് പഠിക്കണം. അപ്പോൾ ആ വിഷയത്തിൻ്റെ പേരിലൊരു ഫോൾഡർ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവുകയും ആ വിഷയമെല്ലാം ആ ഫോൾഡറിലേക്ക് മാത്രം പോവുകയും ചെയ്യും. അങ്ങനെ ഏത് വിഷയം പഠിക്കുമ്പോഴും ആ വിഷയത്തിൻ്റെ പേര് 8 പ്രാവശ്യം പറഞ്ഞിട്ട് തുടങ്ങിക്കോളും. TV കാണുമ്പോൾ വേണമെങ്കിൽ TV 8 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞോളൂ. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ന്യൂസ് പേപ്പർ 8 പ്രാവശ്യം പറഞ്ഞോളൂ. അപ്പോൾ ഓരോ ടൈപ്പ് വിജ്ഞാനത്തെയും ഓരോ ഫോൾഡറുകളായിട്ട് നമ്മൾ മാറ്റുന്നു. ഇന്ന് ഫിസിക്സ് പരീക്ഷയാണ് നിങ്ങൾക്ക്. അന്ന് രാവിലെ പരീക്ഷാ ഹാളിലിരുന്ന് ഫിസിക്സ് 8 പ്രാവശ്യം പറയുമ്പോൾ ഫിസിക്സ് എന്ന ഫോൾഡർ മാത്രം തുറന്നു വരും. അപ്പം നിങ്ങളുടെ മനസ്സിന് ആ ഫിസിക്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം ആ ഫോൾഡറിൽ മാത്രം സെർച്ച് ചെയ്താൽ മതി. ഉത്തരം പെട്ടെന്ന് നിങ്ങൾക്ക് വെളിവരും. കാരണം നിങ്ങൾ ഈ കുത്തിയിരുന്ന് പഠിക്കുന്ന മാത്രമല്ല പഠനം, നിങ്ങളറിയാതെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറി കയറുന്നുണ്ട്. ഒരു ശരാശരി കുട്ടിക്ക് ഒരു ദിവസം 1000 മുതൽ 1200 വരെ ഇൻഫോർമേഷൻ ആ മെമ്മറിയിൽ കയറുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം 4 ലക്ഷത്തിലധികം ഇൻഫോർമേഷനാണ് നിങ്ങളുടെ ബ്രെയിനിൽ കയറുന്നത്. അപ്പോൾ 15 വയസ്സുള്ളൊരു കുട്ടിയുടെ ബ്രെയിനിൽ 60 ലക്ഷത്തിലധികം ആശയങ്ങൾ കിടക്കുക. അപ്പോഴായിരിക്കും പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ് ജൂൾസ് ലോ ചോദിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് മെമ്മറി കയറി ഈ 60 ലക്ഷം ഫയൽ തപ്പി അതിൽ നിന്ന് ജൂൾസ് ലോ എന്നുള്ള ഫയൽ തപ്പിയെടുത്ത് ഉത്തരവായിട്ട് എഴുതാൻ സമയമെടുക്കും ചിലപ്പോൾ. പക്ഷേ ഞാൻ പറഞ്ഞ മെൻ്റൽ ഫയലിംഗ് സിസ്റ്റത്തിലാകുമ്പോൾ ഫിസിക്സ് എന്ന ഫോൾഡറിൽ ഒരു 2000 ഫയൽ പോലും കാണില്ല. പെട്ടെന്ന് ഉത്തരം തപ്പിയെടുത്ത് നിങ്ങൾ എഴുതും. ഇതൊരു കാര്യം. ഇനി 2, 3, 4 പ്രാവശ്യമൊക്കെ വായിച്ചു കഴിയുമ്പോൾ എല്ലാം അറിയാമെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ വായന നിർത്തരുത്. ഒരു 8 പ്രാവശ്യമെങ്കിലും ഒരു ശരാശരി കുട്ടി വായിക്കണം. 8 പ്രാവശ്യമോ അതിൽ കൂടുതലോ വായിച്ചാൽ അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ പ്രവേശിച്ചിരിക്കും. ഒരിക്കലും മറക്കില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പഠിക്കുന്ന സമയത്ത് ആദ്യം വായിക്കുമ്പോൾ എല്ലാം അറിയാൻ തോന്നാറില്ല. വായനകളുടെ എണ്ണം കൂടുന്തോറും എന്തോ സംശയങ്ങൾ ചിലപ്പോൾ വരികയും ഒരുപക്ഷെ അറിഞ്ഞുകൂടാന്നൊരു തോന്നലൊക്കെ വരികയും ചെയ്യില്ലേ? നിങ്ങൾ പഠിച്ച കാര്യം പൂർണ്ണമായിട്ട് മെമ്മറി കയറി കഴിയുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാൻ തോന്നും. ശരിക്കും ഒന്നും അറിഞ്ഞുകൂടാൻ തോന്നുന്നവരെ വായിച്ചു നോക്കും, മരണം വരെ മറക്കില്ല ഒരു കാര്യം. അതാണ് പഠിക്കേണ്ട രീതി. അപ്പം നിങ്ങൾക്ക് തോന്നും 8 പ്രാവശ്യം വായിക്കാനൊക്കെ സമയം കിട്ടുമോ?
അത് ഞാൻ മുൻപൊരു എപ്പിസോഡിൽ ഫ്ലാഷ് റീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾക്കുള്ള 7 ടിപ്പുകൾ എന്നുള്ള പേരിൽ പറഞ്ഞതിൽ ഫ്ലാഷ് റീഡിങ്, അതായത് ഹൈ സ്പീഡിലുള്ള വായന, അത് പ്രാക്ടീസ് ചെയ്താൽ 8 പ്രാവശ്യം വായിക്കാൻ സമയം ആർക്കും കിട്ടും. ഒരു ദിവസം 1 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതിയാകും. അങ്ങനെ സമയം ലാഭിക്കുകയും ചെയ്യാം. ഇനി പഠിക്കുന്നത് 3ാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. എന്നും ഒരേ രീതിയിൽ കുത്തിയിരുന്ന് കാണാപ്പാഠം പഠിക്കരുത്. അത് ബോറടിപ്പിക്കും. ഉറക്കം വരും പഠിപ്പിക്കുമ്പോൾ, അല്ലെ പഠിക്കുമ്പോൾ. നിങ്ങൾ പഠിക്കേണ്ട സാധനങ്ങളെ കഥകളാക്കി പഠിച്ചു നോക്കൂ, കുസൃതി ചോദ്യങ്ങളാക്കി മാറ്റി നോക്കൂ, നിങ്ങൾ പാരഡി ഗാനങ്ങളാക്കി നോക്കൂ, നാടകങ്ങളാക്കി നോക്കൂ. ഇങ്ങനെ പല വ്യത്യസ്ത രീതികളിൽ പഠിക്കൂ. പിന്നെ നിങ്ങൾക്ക് ഗൈഡഡ് ഇമാജിനറി മെത്തേഡ്, അതിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം ഞാനൊരു ഹിസ്റ്ററിയിലെ ഭാഗം പറയാം. ഗൈഡഡ് ഇമാജിനറി മെത്തേഡിൽ ഇപ്പം നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടയ്ക്കൂ. കണ്ണടച്ചല്ലോ. വേലുത്തമ്പി രാജാവായിട്ട് രാജവേഷത്തിൽ സിംഹാസനത്തിൽ നിങ്ങൾ ഉപവിഷ്ടരായിരിക്കുന്ന ഒരു ചിത്രം മനസ്സുകൊണ്ട് കാണും. കണ്ണ് തുറന്നിരുന്ന മുറിയിലെ മറ്റ് കാഴ്ചകളൊക്കെ കാണും. അതുകൊണ്ടാണ് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ആരാണ്? വേലുത്തമ്പി. നിങ്ങളാണ് വേലുത്തമ്പി. ഇനി കണ്ണ് തുറക്കും. വേലുത്തമ്പിയെ കണ്ടപ്പോൾ സന്തോഷമായോ? നിങ്ങൾ വേലുത്തമ്പിയായിട്ട് ഇരുന്നപ്പോൾ രാജാവൊക്കെ ആയി അല്ലേ ഒരു നിമിഷത്തേക്ക്? ഗുഡ്. ഇനി ഞാൻ പറയുന്ന ഭാഗം വീണ്ടും കണ്ണടച്ച് വീഡിയോ പിക്ചറായിട്ട് മനസ്സിൽ കാണും. ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ. സിംഹാസനത്തിലിരിക്കാൻ കണ്ണടയ്ക്കൂ. സിംഹാസനത്തിലിരിക്കുകയാണ് വേലുത്തമ്പി. അപ്പം നിങ്ങൾ രാജകീയ വേഷത്തെ വേലുത്തമ്പിയായിട്ട് ഇരിക്കുന്നു സിംഹാസനത്തിൽ. ഇനി രാജാവെന്ന് ഞാൻ പറയുന്നതൊക്കെ നിങ്ങളെ അവിടെ കാണണം. മറ്റുള്ള ആരെങ്കിലും പറ്റി പറയുമ്പോൾ അവർ നിങ്ങളുടെ മുമ്പ് വരുന്നതായിട്ട് കണ്ടു. ഒരു ഭടൻ രാജാവിൻ്റെ മുന്നിൽ ഓടിയെത്തി. അപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു ഭടൻ ഓടി വരുന്നതായിട്ട് ഒരു ചിത്രം മനസ്സിൽ കാണും. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് ഭടൻ അറിയിച്ചു, രാജാവിനെ അറിയിച്ചു. ഭടൻ നിങ്ങളോട് ഈ കാര്യം പറയുന്ന രംഗം മനസ്സിൽ കാണും. രാജാവ് സൈന്യാധിപനെ വിളിച്ചു വരുത്തി. അപ്പം നിങ്ങൾ ആ സൈനാധിപനെ, ചീഫ് ഓഫ് ആർമിയെ വിളിച്ചു വരുത്തി. അവിടെ സേനയെ സജ്ജമാക്കാൻ ആജ്ഞാപിച്ചു. രാജാവായ നിങ്ങൾ സൈന്യാധിപനോട് ആജ്ഞാപിക്കുകയാണ് സേനയെ റെഡിയാക്കാൻ. സേന റെഡിയായി. സേന റെഡിയായി എന്ന് ഞാൻ പറയുമ്പോൾ മുറ്റത്ത് ആയുധങ്ങളുമായിട്ട് 10,000 പടയാളികൾ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ മനസ്സിൽ കാണും. അപ്പോൾ പടയാളികൾ റെഡിയായി. രാജാവ് പടച്ചട്ട അണിഞ്ഞു. യുദ്ധത്തിനുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ അണിഞ്ഞുകൊണ്ട് നിങ്ങൾ റെഡി. അതാണ് രാജാവ് പടച്ചട്ട അണിഞ്ഞു. കുതിരപ്പുറത്ത് കയറി. നിങ്ങൾ രാജാവായിട്ട് നിങ്ങൾ കുതിരപ്പുറത്ത് കയറി സേനയെ മുന്നോട്ട് നയിച്ചു. രഹസ്യ വഴികളിൽ കൂടി യാത്ര തുടർന്നു. ബ്രിട്ടീഷുകാർ താമസിക്കുന്ന കോട്ടയെ വളഞ്ഞു. അപ്പം നിങ്ങളും പോരാളികളും ചേർന്ന് കോട്ട വളയുന്ന രംഗം മനസ്സിൽ കാണൂ. മിന്നലാക്രമണം നടത്തി. പെട്ടെന്നൊരു സർജിക്കൽ സ്ട്രൈക്ക്. മിന്നലാക്രമണത്തിൽ ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തി. കണ്ണു തുറക്കൂ. ഒന്നുകൂടി കണ്ണടയ്ക്കും. കണ്ണടച്ചിരുന്ന് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യും. എല്ലാ പോയിന്റും ഒന്ന് റിവൈൻഡ് ചെയ്യും. എന്താ, നിങ്ങൾക്ക് എല്ലാ പോയിന്റും ഓർമ്മ വരുന്നില്ലേ? ഞാനിപ്പോൾ നിങ്ങളെ നേരെ കാണുന്നില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിലെ എല്ലാ പോയിന്റും ഓർക്കും. ഇതാണ് ഗൈഡഡ് ഇമാജിനറി മെത്തേഡിൻ്റെ മേന്മ. ഇതുപോലെ നിങ്ങൾ ഏത് വിഷയവും പഠിക്കുമ്പോൾ ഒരു സെൻറ്റൻസ് വായിക്കുക, കണ്ണടച്ചിരുന്ന്
ആ സെൻറ്റൻസിലെ ആശയം മനസ്സുകൊണ്ടൊരു പിക്ചറാക്കി കാണുക. പാരഗ്രാഫ് വായിച്ചു തീരുമ്പോൾ കണ്ണടച്ചിരുന്ന് ആ പാരഗ്രാഫ് എല്ലാ പോയിന്റും റിവൈൻഡ് ചെയ്യുക. 8 വായനയ്ക്ക് തുല്യമാണ് ഈ ഒരു പ്രാവശ്യം മനസ്സുകൊണ്ട് വീഡിയോ പിക്ചറായിട്ട് കാണുന്ന ഈ ഗൈഡഡ് ഇമാജിനറി മെത്തേഡ്. പലർക്കും അറിയില്ലാത്തൊരു മെത്തേഡാണ്. അടുത്ത കാര്യം, 40 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായിട്ട് പഠിക്കരുത്. അതിൽ കൂടുതൽ ശ്രദ്ധ പിടിച്ചു നിർത്താൻ നിങ്ങൾക്കല്ല, ഈ ലോകത്ത് ആർക്കും കഴിയില്ല. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് 40 മിനിറ്റ് പഠിച്ചു കഴിയുമ്പോൾ മുറിയുടെ വെളിയിൽ പോകൂ. ഒന്ന് വെളിയിൽ പോയി നല്ല പച്ചപ്പിലൊക്കെ കണ്ണ് നോക്കി കറക്കി ഒരു അര ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കൂ. ഒരു 2 മിനിറ്റെങ്കിലും നടക്കൂ. ഒരു 10 പ്രാവശ്യമെങ്കിലും കുനിയുകയും നൂരുകയും ചെയ്യൂ. അപ്പോൾ ബോഡിക്ക് ഒരു നല്ല വാമിങ് അപ്പ് ആവും. ബ്ലഡ് സർക്കുലേഷനൊക്കെ പഴയതുപോലെ നോർമലാവും. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ചെന്നിരുന്ന് പഠിക്കൂ. അത് പഠിച്ചുകൊണ്ടിരുന്ന വിഷയമായാലും പുതിയ വിഷയമായാലും ആ വിഷയത്തിൻ്റെ പേര് 8 പ്രാവശ്യം പറഞ്ഞിട്ട് വീണ്ടും പഠിക്കൂ. ഇങ്ങനെ ഓരോ 40 മിനിറ്റിലൊരിക്കലും 5 മിനിറ്റ് ഒരു ബ്രേക്ക് വേണം. തുടർച്ചയായിട്ട് മണിക്കൂറുകൾ പഠിക്കരുത്. ഇനി ഈ 40 മിനിറ്റ് പഠിക്കുമ്പം തന്നെ ഒരു ഏകദേശം ഇങ്ങനെ കറക്റ്റ് 10 മിനിറ്റ് ഒന്നും നോക്കണ്ട, ഏകദേശം 10 മിനിറ്റ് ആകുമ്പോൾ കണ്ണടച്ചിരുന്ന് നിങ്ങളൊരു 5 പോയിന്റ് പഠിച്ചെങ്കിൽ ഒന്നാമത്തത് എന്ത്, രണ്ടാമത്തത് എന്ത്, മൂന്നാമത്തത് എന്ത്, നാലാമത്തത് എന്ത്, അഞ്ചാമത്തത് എന്ത് എന്നും തിരിച്ച് 5-മത്തത് എന്ത്, 4-മത്തത്, 3-മത്തത്, 2-മത്തത്, 1-മത്തത് ഇങ്ങനെയും ഒന്ന് ഓർത്ത് നോക്കും. അങ്ങനെ ഓരോ 10 മിനിറ്റിലൊരിക്കലും ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞിരിക്കും. അതുപോലെ നിങ്ങളുടെ മുറിയിലെ മേശപ്പുറത്ത് അലങ്കാര വസ്തുക്കൾ ഒരുപാട് വയ്ക്കരുത്. അതൊക്കെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. ഏറ്റവും നല്ലത് ഒരിളം പച്ച നിറത്തിലുള്ള വിരിപ്പ് വിരിക്കുക. ഡിസ്ട്രാക്ഷൻ ഏറ്റവും കുറവുണ്ടാക്കുന്ന പച്ച കളറാണ്. അതുകൊണ്ട് ഒരിളം പച്ച നിറത്തിലുള്ള വിരിപ്പാണ് മേശപ്പുറത്ത് അഭികാമ്യം. അപ്പോൾ ഡിസ്ട്രാക്ഷൻ കുറഞ്ഞിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കൂടും. അതുപോലെ രാത്രിയും വെളുപ്പാങ്കാലത്തുമാണ് പഠിക്കുന്നതെങ്കിൽ മുറിയിൽ ട്യൂബ് ലൈറ്റും മറ്റും ഇടുന്നതിന് പകരം ഒരു ടേബിൾ ലാമ്പ് ഉപയോഗിക്കും. ടേബിൾ ലാമ്പ് വളച്ച് നിങ്ങളുടെ ബുക്കിലോട്ട് പ്രകാശം വരുന്ന രീതിയിൽ വെച്ചിട്ട് മുറിയിലെ ബാക്കി ലൈറ്റ് എല്ലാം ഓഫായിട്ടിരുന്ന് പഠിക്കൂ. ഇപ്പം നിങ്ങൾ ആ ബുക്കല്ലാതെ വേറൊന്നും കാണുന്നില്ല. ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടാൽ നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ആ മുറിയിലെ കസേരയോ മേശയോ കട്ടിലോ ചുവരോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. പക്ഷെ ടേബിളിലാകുമ്പോൾ ആ പുസ്തകം അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അതുകൊണ്ട് കോൺസെൻട്രേഷൻ പീക്കിലെത്തും. പകല് നമുക്കത് രക്ഷയില്ല. രാത്രിയും വെളുപ്പാങ്കാലത്തും പഠിക്കുമ്പോൾ ടേബിൾ ലാമ്പാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കണം. അതുപോലെ ചില കുട്ടികളെങ്കിലും പഠിക്കുമ്പോൾ 2 പ്രാവശ്യം വായിച്ചാൽ കണ്ണടച്ചേരും തന്നെത്താനെ പറഞ്ഞു നോക്കാറുണ്ട്. ഒന്ന് ഇടമുറിയാതെ പറഞ്ഞാലെല്ലാം പഠിച്ചു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് പല സെൻറ്റൻസ് മിസ് ചെയ്താൽ അവരറിയില്ല. ഇടമുറിയാതെ പറഞ്ഞാലെല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യരുത്. 8 പ്രാവശ്യം വായിക്കാതെ പറഞ്ഞൊന്ന് നോക്കണ്ട. അതുപോലെ പറഞ്ഞു നോക്കേണ്ടത് അല്ലെങ്കിൽ എഴുതി നോക്കേണ്ടത് 24 മണിക്കൂറിന് ശേഷമാണ്. അപ്പോഴേ മെമ്മറിക്കകത്തുണ്ടോ ഇല്ലേ നിങ്ങളറിയൂ. വായിച്ചോടനെ എല്ലാം പറയാനും എഴുതാനും എല്ലാവർക്കും പറ്റും. ആഫ്റ്റർ 24 hours ഒന്ന് എഴുതിയോ പറഞ്ഞോ നോക്കൂ. പറഞ്ഞു നോക്കുകയാണെങ്കിൽ മറ്റുള്ള വേണം പറഞ്ഞു കേൾപ്പിക്കാൻ, സ്വയമല്ല. ഈ രീതിയിലാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്ന് ആ ആഴ്ചയിൽ പഠിച്ചതെല്ലാം കണ്ണടച്ചിരുന്ന് തന്നെത്താനെന്ന് ഓർത്ത് നോക്കണം. മാസത്തിലൊരു ദിവസം ആ മാസം പഠിച്ചതെല്ലാം കണ്ണടച്ചിരുന്ന് ഓർത്ത് നോക്കണം. പഠിക്കുന്ന ഓരോ ദിവസവും നല്ല ഉറക്കം വേണം. നല്ല ഉറക്കമില്ലാത്ത കുട്ടിക്ക് പരീക്ഷ സമയത്ത് പഠിച്ചതൊന്നും നന്നായിട്ട് ഓർമ്മ വരില്ല. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ പ്രയോഗിച്ച് പഠിച്ചു നോക്കൂ. നിങ്ങളെ കാത്തിരിക്കുന്ന ഉജ്ജ്വല വിജയമാണ്. നിങ്ങൾക്ക് IAS ഡോക്ടറോ ടീച്ചറോ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതാവാൻ ഉറപ്പായിട്ട് കഴിയും. നിങ്ങളിൽ ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു ദിവസം കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കണം. നിങ്ങളിൽ ഏത് ബുദ്ധിയാണ് ഏറ്റവും കൂടുതലെന്ന് കണ്ടെത്തുക. ആ വഴിക്ക് നിങ്ങൾ പ്രയാണം പോകണം. അല്ലാതെ അടുത്ത വീട്ടിലെ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊക്കെ അത് ഇമിറ്റേറ്റ് ചെയ്ത് പോയാൽ ആ കുട്ടിക്ക് കൂടുതലായ ബുദ്ധി നിങ്ങളിൽ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ആ കുട്ടിയിൽ വീക്കായ
മറ്റൊരു ബുദ്ധി നിങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഏത് ബുദ്ധിയാണ് നിങ്ങളിൽ ഏറ്റവും ശക്തമെന്ന് കണ്ടെത്തി ആ വഴിക്കാണ് നിങ്ങളുടെ പഠനം തിരിച്ചുവിടുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെത്തും. അതുപോലെ നിങ്ങൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു ആ ജോലി നിങ്ങൾ ചെയ്യുന്നതായിട്ട് ദിവസവും എപ്പോഴെങ്കിലും 1 മിനിറ്റ് കണ്ണടച്ചിരുന്ന് വീഡിയോ പിക്ചറായിട്ട് കാണണം. എന്താവണമെന്ന് ആഗ്രഹിക്കുന്നോ ആ ജോലി നിങ്ങൾ ചെയ്യുന്ന രംഗം എല്ലാ ദിവസവും 1 മിനിറ്റ് വീഡിയോ പിക്ചറായിട്ട് കണ്ട് ഇങ്ങനെ ഒരു സ്വപ്നമായിട്ട് അതിനെ താലോലിക്കണം. ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നോ അതാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ.